കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച് മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ കള്ളക്കേസിൽ ജയിലിലടക്കപ്പെട്ട സഹപ്രവർത്തകരെ കാണാനായിട്ടാണ് വന്നത്. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ആ സമരത്തിന്റെ വിഷ്വല് കണ്ട കാഴ്ചയുള്ള മുഴുവൻ ആളുകൾക്കും, മൂക്ക് താഴ്ത്തക്കായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം, ഈ ചെറുപ്പക്കാര് ഒരു വധശ്രമത്തിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടവരല്ല, അതിന്റെ പേരിൽ ജാമ്യം നിഷേധിച്ച് ജയിലിൽ അടക്കപ്പെടേണ്ടവരല്ല. ഒരു കാര്യമില്ലാതെ സർക്കാരിന്റെ അകപ്പെട്ടിരിക്കുന്ന നാണക്കേടിൽ നിന്ന് പുറത്തു കടക്കാൻ മന്ത്രിയെ വെച്ച് നടത്തിയ ഒരു നാടകത്തിന് ഇരയാക്കപ്പെട്ട ചെറുപ്പക്കാരാണ് അവർ. എന്തെങ്കിലും സത്യസന്ധത നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരുടെ മേലെ രജിസ്റ്റർ ചെയ്ത കള്ളക്കേസുകൾ പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം. ഞാനിപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ കരിങ്കൊടി കാണിച്ച് മുദ്രാവാക്യം വിളിച്ചിട്ടേ ഉള്ളൂ, ദൃശ്യങ്ങൾ ശരിക്കും പരിശോധിച്ചാൽ ആക്രമിക്കാൻ മന്ത്രി ഇങ്ങോട്ട് വന്ന പോലത്തെ പ്രതികരണം ഉണ്ടായത്. ആരാ എന്താ എടാ വാടാ പോടാന്നൊക്കെ വിളിച്ചിട്ട് മന്ത്രിയാണ് ഒരടുത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു കാര്യം ഇന്ന് കാലത്തും മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ സമരം ചെയ്യുന്നവരുടെ നിഴല് പോലും മന്ത്രിയുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല. അതെല്ലാവർക്കും അറിയാം, ആ ദൃശ്യം കണ്ട മുഴുവൻ ആളുകൾക്കും അറിയാം. ആക്രോശിച്ചത് അവരാണ്. ഇവര് സമരമുദ്രാവാക്യം വിളിച്ചിട്ടേ ഉള്ളൂ. സമരക്കാരോട് ആക്രോശിച്ചത്, പോലീസിനോട് പോലും ചൂടായത് അവരാണ്. ഞങ്ങൾ ആരുടെയും പരിക്കിനെ പരിഹസിക്കുന്നൊന്നുമില്ല. പക്ഷെ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ വധശ്രമത്തിന് കേസെടുക്കാൻ മാത്രം ഗൗരവതരമായ പരിക്കാണെങ്കിൽ കേസെടുക്കേണ്ടത് മന്ത്രിയുടെ ഗൺമാനും പോലീസിനും എതിരെയാണ്, സമരക്കാർക്കെതിരെയല്ല. മന്ത്രിയുടെ ശരീരത്തിൽ തട്ടുന്ന തരത്തിൽ ഉണ്ടായിരുന്നത്, ചുറ്റുവട്ടത്തും ഉണ്ടായിരുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ ഇന്ന് കാലത്ത് വിതുൽ എന്ന് പറയുന്ന KSU പ്രവർത്തകന്റെ, വിതുൽ ബാലൻ എന്ന് പറയുന്ന KSU പ്രവർത്തകന്റെ വീട്ടിൽ പുലർച്ചെ 2:30 മണിക്ക് ബോംബെറിഞ്ഞ്, ഉഗ്ര സ്ഫോടനശേഷിയുള്ള ബോംബെറിഞ്ഞ് വീടിന്റെ സൺഷെയ്ഡും ജനലും അപ്പുറത്തെ ജനലുകളും ഒക്കെ തകർന്ന് വീടിനകത്തേക്ക് ജനൽപാളികൾ വീണ് കിടക്കുന്ന ഉൾപ്പെടെ നേരിട്ട് കണ്ടിട്ട് വരിക. ഇതേ വിതുലിനെ SFI ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ക്രൂരമായി മർദ്ദിച്ചതിന് ഗവൺമെന്റ് FIR ഞാൻ ഇന്ന് കാലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പൽചക്രം ഘടിപ്പിച്ച ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ചതിനെ സംബന്ധിച്ചുള്ള FIR ഇവരുടെ പോലീസ് തന്നെ ഇട്ടതാ. അതിന്റെ ചാർജ് ഷീറ്റ് പോലും ഇതുവരെ സമർപ്പിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. പോലീസ് ഗുണ്ടകളുടെ ബി ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, ക്രിമിനലുകളുടെ ബി ടീമായിട്ടാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. പോലീസിന്റെ പണിയെടുക്കുകയല്ല. പോലീസ് പാർട്ടി എഴുതുന്ന തിരക്കഥക്ക് പോലീസ് നാടകത്തിൽ പോലീസ് അഭിനയിക്കുകയാണ്. CPMന്റെ തിരക്കഥയിലെ അഭിനേതാക്കളായി പോലീസും മന്ത്രിയും ഒക്കെ മാറുന്ന ഗതികേടാണ് കേരളം ഇന്ന് കാണേണ്ടി വരുന്നത്. സത്യം പറഞ്ഞ ഒരു കെടുതിയാണ് കേരളം ഇവരെ കൊണ്ടുവന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം വരണമെന്ന് കേരളത്തിലെ ജനത ആഗ്രഹിക്കുകയാണ്. ഈ കുട്ടികൾ നിരപരാധികളാണ്. അവർ ജനാധിപത്യ രീതിയിൽ സമരം ചെയ്തിട്ടേ ഉള്ളൂ, മുദ്രാവാക്യം വിളിച്ചിട്ടേ ഉള്ളൂ, കരിങ്കൊടി കാണിച്ചിട്ടേ ഉള്ളൂ. അതിൽ അക്രമം ഉണ്ടായിട്ടില്ല. അവരുടെ സമരം കൊണ്ട് ആർക്കും പരിക്കുമേറ്റിട്ടില്ല. പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി അതീവ ഗുരുതരാവസ്ഥയെ ഇങ്ങനെ പരിഹസിക്കരുതായിരുന്നു എന്നുള്ള അഭിപ്രായം കൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. പുലർച്ചെ എഴുന്നേറ്റ് പോയതോ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, സ്വാതന്ത്ര്യമാണ്, എന്താ വെച്ചാൽ ആയിക്കോട്ടെ. പക്ഷെ അതീവ ഗുരുതരാവസ്ഥയെ ഇങ്ങനെ പരിഹസിക്കരുതായിരുന്നു. എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് കാണിച്ചിരുന്ന വിഷ്വൽ? ഞാൻ അവിടെയുള്ള സെൽഫി മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. ചുരുക്കം ഇതാണ്, CPMന്റെ തിരക്കഥയിൽ മന്ത്രിയും പോലീസും ഉൾപ്പെടെയുള്ള ആളുകൾ അതിലെ കഥാപാത്രങ്ങളാവുന്നു. ഇതിന്റെയൊക്കെ മേലെ നിൽക്കേണ്ട സ്പീക്കറെ സംബന്ധിച്ച് പോലും ഇപ്പോ ആളുകൾ പറയുന്നത് വേദന 3-ാം പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പൊട്ടിപ്പുറപ്പെട്ടതെന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. അങ്ങോട്ടേക്ക് പോകുമ്പോഴോ അവിടെ നിൽക്കുമ്പോഴോ ഇതിനോട് പ്രതികരിക്കുമ്പോഴോ ഒന്നും ഇല്ലാതിരുന്നത് അവിടെ എത്തിയ ശേഷം ഉണ്ടായെന്നാണ് ആളുകൾ പറയുന്നത്. എന്തോ ആവട്ടെ, ഈ കേസുകൾ പിൻവലിക്കണം. വധശ്രമത്തിന് കേസെടുക്കാൻ മാത്രം ഒരു തെറ്റും ഈ ചെറുപ്പക്കാർ ചെയ്തിട്ടില്ല. അത് കേരളത്തിന് മൊത്തം ബോധ്യമുള്ളതാണ്. മലയാളിയുടെ മൊത്തം സാമാന്യ ബോധത്തെ CPMും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഇങ്ങനെ പരിഹസിക്കരുത്, ചോദ്യം ചെയ്യരുത് എന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു.